എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോമും പീച്ചും ഒക്കെ സംസാരിക്കുന്നതാണ്. ഹോമിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് എന്ന് ശ്രദ്ധിക്കുന്ന പീച്ച് അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ സോൾ എന്റെ ബോഡിയിൽ കുറച്ചു നേരം ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു സമയത്ത് ഞാൻ എന്റെ മുത്തശ്ശനെ കണ്ടു, മുത്തശ്ശനോട് സംസാരിച്ചു എന്ന് പറയുന്ന ഹോമാട്ടെ മുത്തശ്ശന് ഒരു കാര്യം ചെയ്യാന്ന് ഞാൻ വാക്ക് കൊടുത്തു, ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ആ ചീത്ത പേര് മാറ്റിയെടുക്കുമെന്ന് ഞാൻ മുത്തശ്ശന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഹോം പറയുന്നു. കൂടെ തന്നെ ക്യാനിനെ പറ്റി തനിക്കിപ്പോൾ ഉള്ള ഒരു ഡൗട്ടും ഹോം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ക്യാൻ കൂടെ നിന്ന് തനിക്ക് പണി തരികയാണോ, തന്നെ പറ്റിയുള്ള ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ ക്യാനാണോ എന്ന് ഡൗട്ട് ഉണ്ടെന്നെല്ലാമായിരുന്നു പീച്ച് പറയുന്നത്. ഹോം ഈ കാര്യം പറയുമ്പോ അത് പീച്ചിനോ പാങ്ങിനോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ക്യാനിനെ പറ്റി അവരങ്ങനെ ഒരു കാര്യമേ വിചാരിക്കുന്നില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹോമിന്റെ അങ്കിളിനെ ആ ഒരു അഡ്വക്കേറ്റ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരുടെയൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണിക്കുന്നു. ഇവിടെ ആരോ എത്തി ഡോക്യുമെന്റ്സ് എടുത്തിട്ട് പോയിട്ടുണ്ട്. പോയിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഈ ഒരു ഫാമിലി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡോക്യുമെന്റ്സ് ആണ്. അതിൽ പ്രധാനമായും വളരെ വിലക്കുറവില് ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നല്ലോ, അതിനെ സംബന്ധിച്ച ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് ആ അഡ്വക്കേറ്റ് പറയുമ്പോൾ അങ്കിൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇതിപ്പോ ആരിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചികഞ്ഞെടുത്ത് പ്രശ്നം ഉണ്ടാക്കാനെന്ന് അങ്കിളിന് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് വെറുതെ അല്ല, എനിക്കിപ്പോ ആക്സിഡന്റ് പറ്റിയില്ലേ, ബോധം പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടില്ലായിരുന്നു. ചെറിയൊരു ബോധത്തില് ഞാൻ ആ കാഴ്ച കണ്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എന്നെ ആ ഒരു സ്പോട്ടില് കണ്ടിട്ടും കാണാത്ത രീതിയിൽ അവിടെ നിന്ന് പോകുന്ന ക്യാനിനെ അവൾ എന്തുകൊണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്നോട് അവൾക്ക് എന്തോ കാര്യത്തിന്റെ പേരിൽ വല്ലാത്ത ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അവൾ എന്റെ വക്കീലല്ലേ, തീർച്ചയായും എന്നെ സഹായിക്കേണ്ടതല്ലേ എന്ന് ഹോം ഇവരോട് പറയുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അങ്ങനെ കാണാതെ എന്ന് പറഞ്ഞ ആ ഒരു ഫയലൊക്കെ കൊണ്ട് ക്യാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവളുടെ കയ്യിലാകട്ടെ മുന്നേ ആക്സിഡന്റ് പറ്റിയ ശേഷം ആ ഒരു ക്യാമറ കിട്ടിയിരുന്നല്ലോ ഹോമിന്റെ കാറിന്റെ അവിടെ നിന്ന്, ആ ക്യാമറയും ഉണ്ട്. ആ ക്യാമറയിലുള്ള ഫുട്ടേജ് ഇപ്പൊ അവൾ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാം. അതിൽ വ്യക്തമായും മുന്നേ ഹോം പറഞ്ഞ കണക്ക് തന്നെ ആക്സിഡന്റിൽ പെട്ട് കിടന്ന അവനെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന, സഹായിക്കാനായി ഒരു ചെറു വിരൽ പോലും അലക്കാതെ അവൻ ഇങ്ങനെ അപകടത്തിൽ പെട്ട് കണ്ട് അവിടെ ഹാപ്പി ആയി നിൽക്കുന്ന ക്യാനിനെ 10 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവാ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ടെന്നും ക്യാൻ അങ്ങനെ കൂടെയുള്ള ഒരാളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് പാങ് ആകട്ടെ ഹോമിനോട് എന്നാലും ക്യാൻ അങ്ങനെ ഹോമിനെ കൊല്ലാൻ നോക്കേണ്ട കാര്യം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഹോം പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് അവൾക്ക് എന്നോട് ഭയങ്കരമായ ദേഷ്യമുണ്ടെന്നും ഹോം ആവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്ന പീച്ച് ഒരു പക്ഷേ ഹോമിന്റെ ഫാമിലിയോടുള്ള എന്തെങ്കിലും വിദ്വേഷമായിരിക്കോ ക്യാനിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് ക്യാനായിട്ട് ഹോസ്പിറ്റലിൽ കോമ സ്റ്റേറ്റിലുള്ള അവളുടെ അച്ഛനെ ചെന്ന് കാണുന്നു. അച്ഛനോട് 10 വർഷത്തെ കണക്ക് ഞാൻ തീർക്കാൻ പോവാ, ഞാൻ ഇത്രയും നാള് പാടുപെട്ടതൊക്കെ തന്നെ നടക്കാൻ പോവാണെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുന്ന ടീം അവിടെ അവൾ ഈ ഒരു പ്രതികാരത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഹോമിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ക്യാനിന്റെ അച്ഛനെയാണ്. ക്യാനിന്റെ അച്ഛൻ ചെറിയ മിഠായി ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളായിരുന്നു. ക്യാനും അച്ഛനും അങ്ങനെ സന്തോഷകരമായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഹാപ്പിയായി ജീവിക്കുന്ന ഒരു കൊച്ചു ഫാമിലി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഈ ഹോമിന്റെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ താമസിക്കുന്ന ഏരിയയിലെ ആളുകളുടെ ഒരു ലീഡർ പോലെയായിരുന്നു ക്യാനിന്റെ അച്ഛനുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ ബോൾഡായി പ്രതികരിക്കുന്ന, നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആവശ്യത്തിനായി എത്തിയിരിക്കുന്ന ഹോമിന്റെ മുത്തശ്ശൻ നേരെ ക്യാനിന്റെ അച്ഛന്റെ അടുത്ത് വന്ന് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണം, ഇവിടെ വലിയൊരു മോള് പണിയാനായിട്ടാണ്, നിങ്ങൾ ഇവിടെ നടത്തുന്ന ചെറിയ കച്ചവടമൊക്കെ നമുക്ക് ആ വലിയ മോള് പണിത ശേഷം മോളിൽ നടത്താം, പിന്നെ നിങ്ങളുടെ ഈ താമസ സ്ഥലമൊക്കെ പോകുന്നതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് ഒരു ഹൗസിംഗ് കോളനിയും സെറ്റ് ചെയ്ത് തരാന്നൊക്കെ ഹോമിന്റെ മുത്തശ്ശൻ അങ്ങനെ പല മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞെങ്കിലും ഈ പണക്കാരെല്ലാം പറയുന്ന വാക്ക് പാലിക്കുന്നവരല്ല. അവർ ഇപ്പോഴത്തെ കാര്യങ്ങൾ നേടിയെടുക്കാനായി ഇങ്ങനെ പലതും പറയും, പക്ഷെ പിന്നീട് ഇവർ ഈ വാക്കൊന്നും പാലിക്കില്ല. നമ്മളെ ഇവർ പറ്റിക്കുന്നൊക്കെ തന്നെ അച്ഛന് ആകെ ഭയമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആള് സമ്മതിച്ചില്ല. പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു സ്ഥലം പിന്നീട് തന്ത്രപരമായി ഹോമിന്റെ മുത്തശ്ശൻ കൈയടക്കുകയും അവിടെ വലിയൊരു മോള് പണിയുകയും ചെയ്തിരുന്നു. ആ മോളില് പക്ഷെ പറഞ്ഞ വാക്ക് കണക്ക് ഇവർക്ക് ആർക്കും അവരുടെ കച്ചവടം ചെയ്യാനായിട്ട് ഒരു സ്പേസ് കൊടുക്കോ ഇവരുടെ താമസത്തിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ആകെ വയ്യാത്ത അവസ്ഥയിൽ ക്യാനിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ആകെപ്പാടെ നേരെ ചൊവ്വെ പ്രതികരിക്കുന്ന ആ ഒരേ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ യാതൊരുവിധ വലിയ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായില്ല. ഇനി ആരെങ്കിലും പ്രതികരിക്കാൻ നോക്കിയാൽ തന്നെ അവർക്ക് ക്യാഷ് ഒക്കെ കൊടുത്ത് ഹോമിന്റെ മുത്തശ്ശൻ സെറ്റിൽ ചെയ്യും. ഇനി ക്യാഷിനും അടങ്ങിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനും റെഡിയായിരുന്നു എന്ന രീതിക്കാണ് ഇപ്പോ പണ്ട് നടന്ന ഈ ഒരു കാര്യങ്ങളെ പറ്റി ഇപ്പൊ ചില വീഡിയോ ക്ലിപ്സ് ഒക്കെ ന്യൂസ് ചാനലുകളിൽ പോകുന്നുണ്ട്. ഹോമിന്റെ ഫാമിലിയെ പറ്റി ഇപ്പൊ തുടർച്ചയായി ഓരോ കംപ്ലൈന്റ്സ് വരുന്നുണ്ടല്ലോ. ഒന്ന് പീച്ചിനെ ആക്സിഡന്റിൽ പെടുത്തിയത്, രണ്ടാമത് ഹോം ഡ്രിങ്ക്സ് അടിച്ച് ആക്സിഡന്റ് ചെയ്തു എന്ന രീതിയിൽ ഇപ്പൊ വീണ്ടും ഈ ഒരു കാര്യം ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരികയാണ്. അങ്ങനെ ഈ ഒരു ന്യൂസ് ഒക്കെ തന്നെ ഹോമും പീച്ചും പാങ്ങും കാണുന്നുണ്ട്. ഈ ഒരു ന്യൂസിൽ പരാമർശിക്കുന്നത് ക്യാനിന്റെ അച്ഛനെ പറ്റിയാണ്. ആൾ ഈ ഒരു മുത്തശ്ശൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനായി പുള്ളിയെ ഏതാണ്ട് ഉപദ്രവിച്ച് ഹോസ്പിറ്റലിലാക്കിയ കണക്കാണ് ന്യൂസിലുള്ളത് എന്നൊക്കെ കേൾക്കുന്ന പാങ് അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് പ്രതികാരം വീട്ടാനായിട്ട് തന്നെയാണ് ക്യാൻ ഹോമിനെ തേടി എത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ ഹോമിനെതിരെ ശേഖരിച്ചിരിക്കുന്ന
എന്തോ ടോപ്പ് തെളിവ് ഇപ്പൊ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയി ഒരു ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യുന്ന ക്യാനിനെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ക്യാനിനെ എങ്ങനെയും കാണണമെന്ന് ഉറപ്പിച്ച് അതിനൊരു ശ്രമം പീച്ചും പാങ്ങും നടത്തുന്നുണ്ട്. അവരുടെ ഒപ്പം തന്നെ ഹോമുണ്ട്. ഹോമിനെ പക്ഷെ പെട്ടെന്ന് മീഡിയയോ പബ്ലിക്കോ ഒന്നും തിരിച്ചറിയാതിരിക്കാനായി അവന്റെ ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഇങ്ങനെ ലോങ് ഹെയർ വിഗ് ഒക്കെ വെച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് ക്യാനിന്റെ കൂടെയുള്ള അവരുടെ ആ ഒരു അങ്കിൾ ഇവരെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പാങ് ആണ് ഉത്തരം പറയുന്നത്. അത് പിന്നെ ഞാനും ഇവരും ഒക്കെ തന്നെ നിങ്ങളെ പോലെ തന്നെ ആ പണക്കാർ കാരണം അഫക്റ്റഡ് ആയവരാ. അപ്പൊ അവർക്കെതിരെ സമരം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ചേട്ടൻ പീച്ചിനാണ് ആ പണക്കാരനായ ഹോം 3 വർഷങ്ങൾക്ക് മുന്നേ കാർ ഇടിച്ചിട്ടത്. അത് വലിയ ഇഷ്യൂ ഒക്കെ ആയി പോകുന്നുണ്ടായിരുന്നു. ഓർമ്മ കാണുമല്ലോ അല്ലെന്നല്ല അവൾ പറയുമ്പോ ഓർമ്മ ഉണ്ടെന്ന് പറയുന്ന അയാൾ അല്ല ഇവരാരാണെന്ന് കൂടെ നിൽക്കുന്ന ഹോമിനെയും ആ ബോഡി ഗാർഡിനെയും കാണിച്ച് ചോദിക്കുമ്പോൾ ഇവർ ആ കേസിന്റെ ഐ വിറ്റ്നസ്സുകൾ ഞങ്ങൾ എല്ലാരും കൂടി നിങ്ങളുടെ കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പാങ് വീണ്ടും പറയുമ്പോൾ ശരി നിങ്ങൾ വാ, ഞങ്ങളുടെ ഭാഗത്ത് ആൾബലം കൂടുന്നത് ഞങ്ങൾക്ക് നല്ലതല്ലേന്ന് പറഞ്ഞ് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിലാക്കുമ്പോഴാണ് ഇവർക്ക് പണി കിട്ടി എന്നത് മനസ്സിലാവുന്നത്. മറ്റൊന്നുമല്ല, ഓൾറെഡി ഹോമിനിട്ട് പണി കൊടുക്കാനും ഒക്കെ ഈ ഹോമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻ. ആ കൂട്ടത്തിൽ ഹോമിന്റെയും ഈ ബോഡി ഗാർഡിന്റെയും പീച്ചിന്റെയും ബാങ്കിന്റെയും ഫോട്ടോ സഹിതം അവിടെ കുറച്ച് കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും താൻ ആരാണ് എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും അധികം പാരയായി മാറാൻ സാധ്യതയുള്ളത് ഇവരാണെന്ന രീതിയിൽ. അപ്പോ ഇവര് നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാനായി അവരൊരു ശ്രമം നടത്താനായി ഒരുങ്ങുമ്പോഴേക്കും അവരെ ആ മുറിയില് ആ ആൾക്കൂട്ടം വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹോമിന്റെ അങ്കിൾ ആ ഒരു ആന്റിയോട് സംസാരിക്കുകയാണ്. ആക്ച്വലി ഈ ആന്റി ഭയങ്കര അത്യാഗ്രഹം പിടിച്ച ഒരു ലേഡിയാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. ഈ ആന്റി എന്തൊക്കെയോ തിരുമറി ആ ഒരു സ്ഥലം ചുളുവലയിലേക്ക് കിട്ടണമെന്ന രീതിക്ക് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ആന്റിയുടെ പേരല്ല ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചീത്തയായിരിക്കുന്നത് ഹോമിന്റെ മുത്തശ്ശന്റെയും ഈ അങ്കിളുടെയും ഒക്കെ പേരൊക്കെയാണ്. പ്രത്യേകിച്ച് ഹോമിന്റെ മുത്തശ്ശന്റെ പറഞ്ഞു വരുമ്പോ ഹോമിന്റെ ഫാമിലിയുടെ പേരെന്ന് പറയാം. പക്ഷെ ഈ ആന്റിയുടെ എന്തൊക്കെയോ അത്യാഗ്രഹം മൂലം അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അങ്കിൾ അതിനെപ്പറ്റിയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഈ ആന്റിയോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ഉത്തരം പറയാതിരിക്കാനായി പെട്ടെന്ന് വയ്യാഴിക വന്ന കണക്ക് അഭിനയിക്കുന്നു. ഈ സമയത്താണ് ഹോം ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറയുമോ, എനിക്ക് വ്യക്തമായി അറിയില്ലെന്ന് ഇവരോട് ആവശ്യപ്പെടുമ്പോൾ നിന്റെ മുത്തശ്ശൻ ഞങ്ങൾക്ക് ജോലി ചെയ്യാനായി ഇടവും താമസിക്കാനായി ഇടവും തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിലക്കുറവില് ആ ഒരു സ്ഥലമൊക്കെ കൈക്കലാക്കിയത്. പക്ഷെ പിന്നീട് അതില്ല നടന്നെന്ന് പറയുമ്പോൾ എന്റെ മുത്തശ്ശൻ ഒരിക്കലും പറഞ്ഞ വാക്ക് മാറ്റുന്ന ഒരാളല്ല. മുത്തശ്ശൻ നിങ്ങൾക്ക് വിലക്കുറവിൽ അത് തരും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർച്ചയായും അത് തന്നെ ചെയ്യും. പക്ഷെ ഇത് അതിന്റെ ഇടയിൽ എന്തോ ഒരു തിരിമറി നടന്നതാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ ഈ ഹോമിനാവില്ലല്ലോ. എന്തായാലും ഈ ഒരു ഒറിജിനൽ കോൺട്രാക്ട് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ആദ്യം സൈൻ ചെയ്ത് വാങ്ങിയ ആ ഒരു കോൺട്രാക്ട് ആക്ച്വലി അതാണിപ്പോ ഹോമിന്റെ ഒക്കെ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്ന് ക്യാൻ കൈക്കലാക്കിയിരിക്കുന്നത്. അതുണ്ടെങ്കിൽ കോടതിയിൽ കേസ് കൊടുത്ത് ഇവർ ഇത് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു തരാതെ പറ്റിച്ചു എന്നത് പ്രൂവ് ചെയ്യാനേ എളുപ്പമാണ്, നമുക്ക് കേസിൽ അങ്ങനെ ജയിക്കാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡൻസിലാണ് ഇവരൊക്കെ ഉള്ളതും. അങ്ങനെ അവരാ കാര്യം പറയുമ്പോൾ അവരൊരുമാതിരി നീയൊക്കെ ഞങ്ങളോട് ചതി ചെയ്താലും ഞങ്ങൾ ജയിക്കും, അതിനുള്ള തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ഒരു വെല്ലുവിളി രീതിയിലാണ് പറയുന്നതെങ്കിലും അത് കേൾക്കുന്ന ഹോം ആകട്ടെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഒടുക്കം നിങ്ങൾ ജയിക്കുമല്ലോ, നിങ്ങൾക്ക് ന്യായം ലഭിക്കുമല്ലോ, അതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു ഹോം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവനെന്താ വട്ടായോ, ഇവന്റെ ഫാമിലിക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടത്തിനെ പറ്റി പറഞ്ഞപ്പോ ഇവനിത് എന്തോ നീ കാണിക്കുന്നെന്ന് മട്ടിലായിരുന്നു അവരവനെ നോക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മുത്തശ്ശന് ഞാൻ കുടുംബത്തിന്റെ ചീത്തപ്പേര് മാറ്റി കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തതാണ്. അത് ഈ രീതിക്ക് മാറുന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. എന്റെ മുത്തശ്ശൻ അറിയാതെ മുത്തശ്ശന്റെ പേര് ഉപയോഗിച്ച് പല തെറ്റുകളും ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടാണ് ഞാനും ശ്രമിക്കുന്നതെന്ന് ഹോമും പറയുന്നു. അങ്ങനെ ഹോം അവിടെ നിന്ന് അങ്കിളിനെ ഫോൺ ചെയ്ത് ഇവര് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ്. അങ്കിൾ അതിൽ തടസ്സം പിടിക്കരുത്, ആക്ച്വലി അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്, അതിന്റെ തെളിവും അവരുടെ കയ്യിലുണ്ട്, അവർ ഈ കേസ് നടത്തി വിജയിച്ച് അവരുടെ നീതി നേടിയെടുക്കട്ടെ, കുഴപ്പമൊന്നും ഇല്ലെന്നില്ല ഹോം അങ്കിളിനോട് പറയുമ്പോൾ അങ്കിളും അവൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്കിളിനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ആന്റി ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരോട് അതിന്റെ പേരിൽ അങ്കിള് ദേഷ്യപ്പെടാനായി ഒരുങ്ങുമ്പോഴേക്കും അങ്കിളുടെ മുന്നിൽ ഇപ്പൊ പെട്ട് കഴിഞ്ഞാൽ കഥ കഴിയുമെന്ന് തോന്നുന്ന പുള്ളിക്കാരി വേഗം പേടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഈ സമയം അങ്കിൾ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. അതിൽ തങ്ങളുടെ കമ്പനിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കേണ്ടവർക്ക് ആ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കാനായി തങ്ങൾ തയ്യാറാണെന്നും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കോമ്പൻസേഷനും എല്ലാം നൽകാനായി തയ്യാറാണെന്നും ഒക്കെ അങ്കിൾ പറയുമ്പോൾ ഇവരും ശരി, അപ്പോ ഇതിന്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവരെന്തായാലും നമ്മൾ ഇനി ചതിക്കില്ല എന്ന് തോന്നി ഹോമിനെയും പാങ്ങിനെയും പീച്ചിനെയും വിടുന്നുണ്ട്. പക്ഷെ അവരാകട്ടെ അങ്ങനെ അവിടെ നിന്ന് പോവാതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ക്യാനിനെ കാണാനാണ്, അവളെ കണ്ട ശേഷം പോകാന്നൊക്കെ അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് അവിടെ ഒരാളോട് ക്യാന്റെ അച്ഛന് സത്യത്തിൽ എന്താണ് പറ്റിയതെന്ന കാര്യങ്ങൾ ഹോം ചോദിക്കുന്നത്. അപ്പോഴാണ് ആ കാര്യം അയാൾ പറയുന്നത്. മറ്റൊന്നുമല്ല, ഇങ്ങനെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നും പറഞ്ഞ് ആദ്യം ഒന്നിനും സമ്മതിക്കാതിരുന്ന ക്യാനിന്റെ അച്ഛനെ കൺവിൻസ് ചെയ്ത് ആ ഒരു കോൺട്രാക്ട് ഒക്കെ വെച്ച ശേഷം ഒന്നും ചെയ്തു കൊടുക്കാതെ പറ്റിക്കാനായി നോക്കി. ആ ഒരു പേരില് ക്യാനിന്റെ അച്ഛന് ആകെപ്പാടെ പെട്ടെന്ന് ടെൻഷൻ കൂടി ഹാർട്ട് അറ്റാക്ക്
വന്ന സമയം. പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുതന്നെ നോക്കുമ്പോഴേക്കും അപ്പോഴേക്കും ആ ഒരു മോളിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വർക്കേഴ്സ് ആ വഴി പോകാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് തടയുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നേരം വൈകി അവരാകെ പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഹോമിന്റെ ആന്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഞങ്ങൾക്കെതിരെ നിൽക്കാൻ നോക്കിയവനല്ലേ, അങ്ങനെ തന്നെ വരട്ടെ എന്ന രീതിക്ക് ഒരുമാതിരി ചിരിക്കുന്നതും ക്യാൻ കണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്ന അയാൾ ഈ ക്യാനിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ ഇത്രയും മാന്യമായിട്ട് പ്രതികാരം ചെയ്യില്ലായിരുന്നു, ഒറ്റ കുത്തിന് എല്ലാത്തിനും തീർത്തന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹോമിന് ക്യാൻ ഇപ്പോ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്തതില് തെറ്റു പറയാനായേ തോന്നുന്നില്ല, കാരണം അവൾ അത്രയേറെ സഫർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു റൂമിന്റെ ഡോറ് തനിയെ തുറക്കുന്ന കണക്ക് പീച്ചിന് തോന്നുന്നത്. അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് കയറണ്ട, അവിടെ ക്യാനിന്റെ അച്ഛനാണുള്ളത്, പുള്ളിക്കാരൻ കോമ സ്റ്റേറ്റിലാണുള്ളതെന്നല്ല അയാൾ പറയുമ്പോ പീച്ചിനൊരു ഡൗട്ട്. ക്യാനിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് ഒരു ഇത് അവര് വരുന്നില്ല, അദ്ദേഹം മരിച്ചു എന്ന് അവന് തോന്നുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ മുറിക്ക് അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും മറ്റുള്ളവർക്ക് അവിടെ ജീവശവമായി കിടക്കുന്ന ക്യാനിന്റെ അച്ഛനെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ പീച്ചിന് അങ്ങനെ ആയിരുന്നില്ല. അവന് അവിടെ മരിച്ചു കിടക്കുന്ന ക്യാനിന്റെ അച്ഛനെയും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സോളിനെയും കാണാം. അതെ, ക്യാനിന്റെ അച്ഛൻ മരിച്ചിരിക്കുന്നു. ഈ അച്ഛന് വേണ്ടിയും കൂടിയാണ് അവൾ ഈ ഒരു പ്രതികാരത്തിന് ഇറങ്ങിയത്. അച്ഛന്റെ ഈ ആരോഗ്യാവസ്ഥ, അച്ഛൻ ഇങ്ങനെ ആവാൻ കാരണമൊക്കെ ഇവരാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഈ പ്രതികാരം അച്ഛന് വേണ്ടി ഉള്ളതാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നെ ആ അച്ഛൻ അവളെ വിട്ടു പോയിരിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.